അമേരിക്കയിൽ ഉപരിപഠനത്തിനോ ജോലിക്കോ അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനോ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ യുഎസിൽ താമസിക്കുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടുന്ന അതിനിർണായകരമായ ചില വാർത്തകളാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. ട്രംപ് അധികാരത്തിലേറിയതിനു പിന്നാലെ അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളിൽ വൻ അഴിച്ചുപണികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സമീപകാല ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം 10,000-കണക്കിന് വിസകളാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, H-1B വിസ ജോലിക്കാർ, വിനോദസഞ്ചാരികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 1,70,500-ലധികം ആളുകളുടെ വിസകൾ ഇതിനകം തന്നെ റദ്ദാക്കി കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഇത്തരം കർശനമായ നടപടികളിലേക്ക് കടക്കുന്നത്? ഇതിനു പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും മലയാളി പ്രവാസികളെയും ഇത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വ്യക്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഇതുവരെ റദ്ദാക്കപ്പെട്ട മൊത്തം നോൺ ഇമിഗ്രന്റ് വിസകളുടെ എണ്ണം 1,70,500 വരും. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഇരട്ടിയിലധികമാണ്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട മൊത്തം വിസകളുടെ ഏകദേശം 10%, അതായത് 8,000-ലധികം സ്റ്റുഡന്റ് വിസകൾ മാത്രം ഇതിനകം റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ സർവകലാശാലയിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠനം പെട്ടെന്ന് നിർത്തിവെക്കേണ്ട സാഹചര്യം ഇതിലൂടെ ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് വിസകൾ ഇത്ര വ്യാപകമായി റദ്ദാക്കുന്നത് എന്ന ചോദ്യത്തിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായ ചില കാരണങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമതായി, ക്രിമിനൽ കുറ്റങ്ങളും നിയമലംഘനങ്ങളുമാണ്. വിസ റദ്ദാക്കപ്പെടുന്നവരിൽ പകുതിയോളം പേർ മദ്യപിച്ച് വാഹനം ഓടിക്കൽ, മോഷണം, കയ്യേറ്റം തുടങ്ങിയ നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. കണക്കുകൾ അനുസരിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 16,000-ഓളം വിസകളും, അക്രമങ്ങളിൽ ഏർപ്പെട്ടതിന് 12,000-ഓളം വിസകളും, മോഷണക്കുറ്റത്തിന് 8,000-ഓളം വിസകളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി, വിസ കാലാവധി കഴിഞ്ഞുള്ള താമസമാണ്. യുഎസ് അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്ന വിസ ഉടമകൾക്കെതിരെ അതിവേഗം നടപടികളാണ് സ്വീകരിക്കുന്നത്. മൂന്നാമതായി, സോഷ്യൽ മീഡിയ നിരീക്ഷണവും രാഷ്ട്രീയ പ്രസ്താവനകളുമാണ്. ഏറ്റവും വിവാദമായ കാര്യവും ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും രാഷ്ട്രീയ പ്രതികരണങ്ങളും വരെ ഇപ്പോൾ വിസ റദ്ദാക്കലിന് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, സർക്കാരിന്റെ വിദേശ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചവർ എന്നിവരുടെ വിസകൾ ദേശീയ സുരക്ഷയെ മുൻനിർത്തി റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അനാവശ്യമായ രാഷ്ട്രീയ ട്രോളുകളും അമേരിക്കൻ വിരുദ്ധ പരാമർശങ്ങളും വരെ യുഎസ് ഇമിഗ്രേഷൻ ഏജൻസികളുടെ റഡാറിലുണ്ട്. ഈ നടപടികൾ അമേരിക്കൻ സർവകലാശാലകളിൽ വലിയൊരു ഭയത്തിന്റെ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻകൂട്ടി യാതൊരു അറിയിപ്പും നൽകാതെ സെവിക്സ് റദ്ദാക്കപ്പെടുന്നത് കാരണം ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെ വരെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയ ട്രാഫിക് വയലേഷൻ ടിക്കറ്റുകൾ ഉള്ളവരുടെ വിസ പോലും പുനഃപരിശോധിക്കപ്പെടുന്നുണ്ട്. ഇത് കേവലം നിയമനിർവഹണം മാത്രമല്ല, സ്വതന്ത്രമായ ആശയപ്രകടനങ്ങളെ ഇല്ലാതെയാക്കുന്ന നടപടിയാണെന്നാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകളും യൂണിവേഴ്സിറ്റി അധികൃതരും വ്യക്തമാക്കുന്നത്. ഭാവിയിൽ മികച്ച വിദേശ വിദ്യാർത്ഥികൾ അമേരിക്ക തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഇത് കാരണമാകുന്നുവെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വിദ്യാർത്ഥികളെ മാത്രമല്ല, വിദേശ തൊഴിലാളികളെയും ഈ പുതിയ നയങ്ങൾ നേരിട്ട് ബാധിക്കുന്നുണ്ട്. H-1B വിസ ഫീസുകളിൽ വലിയ വർധനവാണ് അമേരിക്കൻ ഭരണകൂടം വരുത്തിയിരിക്കുന്നത്. ഇതിലൂടെ വിദേശികളിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ വിദഗ്ധ തൊഴിലാളികളെ എത്തിക്കുന്ന കമ്പനികളുടെ പ്രവണത തടയാനും അമേരിക്കൻ പൗരന്മാർക്ക് ജോലി ഉറപ്പാക്കാനുമാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. അതേസമയം രാജ്യത്തേക്ക് വൻതോതിൽ നിക്ഷേപം കൊണ്ടുവരുന്ന ധനികരായ വിദേശികൾക്കായി ഗോൾഡ് കാർഡ് വിസ പദ്ധതിയും അവതരിപ്പിച്ചിട്ടുണ്ട്. നിയമപരമായ പിഴവുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഉള്ളവർക്ക് യുഎസിൽ തുടരുക അസാധ്യമാക്കുന്ന രീതിയിലാണ് നയങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയിൽ നിലവിൽ താമസിക്കുന്നവരും അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നവരും ഈ കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വിസ സ്റ്റേറ്റസും അനുബന്ധ രേഖകളും എപ്പോഴും കൃത്യമായി സൂക്ഷിക്കുക. ചെറിയ നിയമലംഘനങ്ങൾ പോലും ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലെ പങ്കുവെക്കലുകളിലും പോസ്റ്റുകളിലും അതീവ ജാഗ്രത പുലർത്തുക. വിസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ ഉടനടി ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകന്റെയോ യൂണിവേഴ്സിറ്റി അധികൃതരുടെയോ സഹായം തേടുക. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ കർശന നയങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.